സുഹൃത്തുക്കളെ, മാർച്ച് 8-ാം തീയതി നമ്മൾ വനിതാ ദിനം, അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുകയാണ്. അതോടനുബന്ധിച്ച് ഈ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണവും അതിൻ്റെ കാരണങ്ങളും അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ മേഖലകളിലും, തൊഴിലിടങ്ങളിലും സമൂഹത്തിലും എല്ലാം ധാരാളം ചൂഷണത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. തൊഴിലിടങ്ങളിൽ സാധാരണയായി ഒരു സ്ത്രീ ചൂഷണത്തിന് ആയാൽ അത് പലതരത്തിലുള്ള ചൂഷണങ്ങളും ഓഫീസ് സ്ഥലങ്ങളിൽ നടക്കാം. ജോലിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നത് കൊണ്ടുള്ള ശത്രുത മനോഭാവത്തോടെ മറ്റ് ഓഫീസർമാരുടെ പെരുമാറ്റം, അതുകൂടാതെ ജാതീയമായ കടന്നാക്രമണം, ലൈംഗികമായ ചൂഷണം, ഇതെല്ലാം തൊഴിലിടങ്ങളിൽ സാധാരണയായി നടക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ മുതൽ ഇപ്പോഴും ഓഫീസുകളിൽ ഇത്തരം ചൂഷണങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനും ഇത്തരം ചൂഷണങ്ങളെ ക്കുള്ള പരാതി നൽകാനും വേണ്ടി സർക്കാർ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അത്തരം ഒരു കമ്മിറ്റിയിൽ ഞാനും അംഗമായിരുന്നു. ആ കമ്മിറ്റിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ, അതായത് ഭരണത്തിൽ നേരിട്ടിടപെടാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനത്തിലെ ഒരു മെമ്പറും ഗസറ്റഡ് ഓഫീസർമാരും നോൺ ഗസറ്റഡ് ഓഫീസർമാരുമായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് ഒരു 10-അംഗ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി തൊഴിലിടങ്ങളിൽ അതാത് ഓഫീസുകളിൽ നടക്കുന്ന ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ പരാതികൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും കമ്മിറ്റികൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൂട്ടുകയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരാൾ ചൂഷണത്തിൽ അടിമയായാൽ, ഒരാൾക്ക് ചൂഷണം സംഭവിച്ചാൽ അവർ ഈ കമ്മിറ്റിക്ക് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരാണോ അതിൽ ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന എതിർ കക്ഷി ആരാണോ അവരെയും പരാതിക്കാരിയെയും പ്രത്യേകമായി വിളിച്ച് ഓഫീസുകളിൽ ഈ കമ്മിറ്റി വിളിച്ചു വരുത്തി അവരുടെ കാര്യങ്ങൾ വിശദമായി കേൾക്കുകയും പിന്നീട് ഇവരെ രണ്ടുപേരെയും കൂടി ഒരു ദിവസം വിളിച്ച് ഈ പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കമ്മിറ്റിയിൽ വെച്ച് തന്നെ ഇത് ഒതുക്കി തീർക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടുപേരെയും കൂടി ഇരുത്തി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അവിടെയും ഇതിന് പരിഹാരമൊന്നും കിട്ടുന്നില്ല എങ്കിൽ അത് നേരിട്ട് മേൽ കമ്മിറ്റിയിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയിലേക്ക് കൂടുതൽ ന്യായീകരണത്തിനും അതിൻ്റെ തീർപ്പിനുമായി അയക്കുക എന്നതാണ് പതിവ്. എന്നാൽ മിക്കപ്പോഴും ഈ പരാതികൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് തടഞ്ഞു കിടക്കുകയും അതിൽ മറ്റു സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഇതിലെ പരാതിപ്പെട്ട ആളോ എതിരാളുകളോ ഏതെങ്കിലും വിധത്തിൽ അതിൽ നിന്ന് പിന്മാറുന്നതായുമൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എല്ലാ ഓഫീസുകളിലും ICC ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ സ്ത്രീകൾക്ക് എതിരായി നടക്കുന്ന ചൂഷണങ്ങൾ പരാതി നൽകിയാൽ ആ ആളിനെ ഇരയായി കാണുകയും അവരെ കൂടുതൽ മാനസികമായി വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അടുത്തയിടെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ചലച്ചിത്ര മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ച് എന്ന സമ്പ്രദായത്തിനെതിരെ അതിലെ WCCയിലെ മെമ്പർമാർ, ചലച്ചിത്ര പ്രവർത്തകരായ വനിതകൾ മുന്നോട്ട് വരികയും അവർ വനിതാ കമ്മീഷനെ അറിയിക്കുകയും വനിതാ കമ്മീഷൻ മുഖം ഇത് ഭരണാധികാരികളിലെത്തുകയും ഈ പ്രശ്നം ആഗോളമായി വലിയ വ്യാപകമായ ചർച്ചയ്ക്ക് ഇടയാവുകയും അതിനുശേഷം കുറച്ചൊരു മാറ്റങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരോട് ചൂഷണം നൽകിയ ആളുകളെ, ചൂഷണം നടത്തിയ ആളുകളെ, ലൈംഗിക ചൂഷണമായാലും ഏതു വിധേനയുള്ള ചൂഷണമായാലും അതിനെതിരെ പ്രതികരിക്കുകയും ഗവൺമെൻറ് ഇടപെട്ട് അവരെ വേണ്ട ശിക്ഷാ നടപടികളിലേക്ക് നയിക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ വനിതകൾ ഏത് ചൂഷണത്തിന്
തൊഴിലിടത്ത് ഇരയായാലും അവർ ഇത് മുന്നോട്ട് ചിലർ സങ്കോചം കൊണ്ട് ഇത് പുറത്തറിയിക്കാൻ താല്പര്യപ്പെടുകയില്ല. പക്ഷേ അത് മുന്നോട്ട് വരികയും ഇതിൽ വേണ്ട കമ്മിറ്റികളിൽ ഇത് അറിയിക്കുകയും ഇതിന് വേണ്ട പരിഹാരം കണ്ടെത്തുന്നത് വരെ മുന്നോട്ട് പോവുകയും നല്ല രീതിയിൽ ഇത് ഇതാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പരാതികൾ ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും ചില നിയമ സംരക്ഷണവും പാർട്ടി തലത്തിലുള്ള സംരക്ഷണവും ഇതിൽ പരാതിക്ക് അർഹനായ ഈ ചൂഷണം ചെയ്ത വ്യക്തിക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രീതിയിലുള്ള സഹായം ചെയ്ത് ഇവ ഇല്ലാതാക്കാനും നമ്മുടെ സമൂഹത്തിൽ നിയമവ്യവസ്ഥയും മറ്റും സഹായിക്കുന്നുണ്ട്. അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. അങ്ങനെ അവർക്ക് ഈ ചൂഷണം ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും ഇതിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇത്തരം സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുക. അത് ഇല്ലാതാക്കണമെന്നും അത് ഇല്ലാതാക്കി നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമിതി ഉണ്ടാകണമെന്നും അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ തൊഴിലിടങ്ങളിലെ ചൂഷണമായാലും സമൂഹത്തിൽ നടക്കുന്ന ചൂഷണങ്ങളായാലും ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇത് കുറഞ്ഞു വരികയുള്ളൂ. പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടണമെന്നാണ് നമ്മൾക്ക് ആഗ്രഹം. പക്ഷേ അത് പല സാങ്കേതിക കാരണങ്ങളാലും വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അതിന് മുന്നോട്ടുള്ള ദിവസങ്ങളിലും മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളിലും ഇത്തരം ചൂഷണങ്ങൾ ഒഴിവാക്കപ്പെടണമെങ്കിൽ തക്കതായ ശിക്ഷ നൽകുകയും ഉദ്യോഗസ്ഥരെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെൻ്റ് എങ്കിലും കൊടുത്ത്